നോക്ക് കലയുടെ മക്കളെ കഴിച്ചൂടെ കലയുടെ മക്കളെ കഴിച്ചൂടെ അവിടെ താഞ്ഞു വധിച്ചിടും ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികളും തമ്മിൽ രൂക്ഷമായ തർക്കവും പ്രതിഷേധവും. വ്യാഴാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ അഭിമുഖം തടയുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയതോടെയാണ് ക്യാമ്പസിൽ വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം ACPയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം കലാമണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി മുതലില്ല എന്ന് കരുതി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ക്ഷമ പാലിച്ച് ഒരു സാംസ്കാരിക നിലയത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ധാരണയുമുള്ളത് കൊണ്ട് പവിത്രമാക്കപ്പെട്ട മഹാകവി ശ്രീ വള്ളത്തോളിന്റെ മണ്ണായിട്ടുള്ള ഈ മണ്ണിലേക്ക് ഒരു പ്രതിഷേധ സമരവും ഒരു പ്രതിഷേധ സംവിധാനങ്ങളും ഒന്നും വേണ്ട എന്ന് കരുതിയിട്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ മൗനം പൂണ്ടിരുന്നത്. എന്നാൽ പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായി ഇവിടെ നടക്കുന്ന ചെയ്തികളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇതിന്റെ അധികാരികളോട്, VCയോട്, രജിസ്ട്രാറോട്, ബന്ധപ്പെട്ട ആളുകളോടൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ തരത്തിൽ ഈ സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കരുതെന്ന് വളരെ കൃത്യമായി കൊണ്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ കത്തായി സമർപ്പിക്കേണ്ടായി. പല പ്രതിഷേധ പരിപാടികളും ഈ കലാമണ്ഡലത്തിന്റെ പുറത്തെ ഗേറ്റിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. പല പത്രക്കുറിപ്പുകളിലൂടെയും പത്രവാർത്തകളിലൂടെയും ഇവരെ തിരുത്താൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി. എന്നാൽ ആ തിരുത്താനുള്ള ശ്രമങ്ങളെയൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഏകപക്ഷീയമായി ഈ സാംസ്കാരിക നിലയത്തിലെ ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേരള കലാമണ്ഡലത്തിലെ പൊതുസമൂഹത്തിൽ താറടിച്ചു കാണിക്കുന്നതിനും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ VCയും രജിസ്ട്രാറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നിവിടെ നടക്കുന്നത്? ഇന്നിവിടെ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുക. എന്താ ഇന്റർവ്യൂ? ഒരു സാംസ്കാരിക നിലയം എന്നത് സ്വയംഭരണ അവകാശമുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടെ ആളുകളെ നിയമിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ഇവിടെ സർക്കാരിന്റെ ഈ തസ്തിക സർക്കാരിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. സർക്കാർ ഇങ്ങനെ തസ്തിക പുറപ്പെടുവിച്ചിട്ടില്ല. സർക്കാർ പുറപ്പെടുവിക്കാത്തൊരു തസ്തിക എങ്ങനെയാണ് കേരള കലാമണ്ഡലത്തിലെ VCയും രജിസ്ട്രാറും ചേർന്ന് നടത്തുക? ഇല്ലാത്ത തസ്തികയ്ക്ക് ഇന്റർവ്യൂ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഈ VCയെയും രജിസ്ട്രാറേയും ഞങ്ങൾ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഇന്റർവ്യൂവിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ ഇവിടെ ഉള്ള സംവിധാനങ്ങൾ വെച്ച് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സിമില വിദ്യാർത്ഥികൾ എത്രയാണെന്നും അതിനുള്ള അധ്യാപകർ എത്രയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ എണ്ണം സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയില്ലാതെയും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഇവിടെ നിയമനം നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുമ്പായി CPM അനുഭാവികളെ തിരികെ കയറ്റാനുള്ള നീക്കമാണ് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. രാവിലെ മുതൽ തന്നെ കലാമണ്ഡലത്തിന്റെ 2 പ്രധാന ഗേറ്റുകളിലും കാവൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്റർവ്യൂവിന് വന്ന ഉദ്യോഗാർത്ഥികളെ തടയാൻ ശ്രമിച്ചു. തുടർന്ന് വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുകയായിരുന്നു. DCC സെക്രട്ടറി ജോണി മണ്ണച്ചിറ കുത്തിയിരിപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കേരള കലാമണ്ഡലം ഇപ്പോഴും ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ആർക്കും അധീനതയിലല്ല ഈ സ്ഥാപനം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്ന VC ആയാലും അദ്ദേഹത്തിന്റെ രജിസ്ട്രാർ ആയാലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ അവരിതുവരെ ഭരണം മാറി എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ഭരിച്ച് മുടിച്ച് സംസ്ഥാനത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് സഖാക്കളെ വാരിക്കോരിക്കൊടുത്ത് അവർക്ക് ഇവിടെ നിന്ന് അതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുവാനുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ കുറെ കാലമായി മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനി നമുക്ക് അനുവദിച്ചുകൂടാ. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഓരോ പത്രസമ്മേളനം നടത്തുമ്പോഴും ആ പത്രസമ്മേളനത്തിലെല്ലാം പറയുന്നത് കേരളത്തെ ഭരിച്ച് മുടിച്ച ഓരോ സ്ഥാപനങ്ങളെയും നശിപ്പിച്ച ഈ കേരളത്തെ ഒരു വലിയ പിന്നോക്കം കൊണ്ടുപോയ സംസ്ഥാന ഗവൺമെന്റും ശ്രീ പിണറായി വിജയനും
അതിന് മറുപടി പറയാൻ അദ്ദേഹം നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിനും ശ്രീ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ ഒപ്പം ഇരിക്കുന്ന ആളുകൾക്കോ സാധിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്താലും ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചാലും ഒരു ഗവൺമെന്റ് എങ്ങനെ പോകണം എന്നുള്ളത് കഴിഞ്ഞ 1.5 മാസക്കാലത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മായ ഉദയൻ, പത്മജ തുടങ്ങി നിരവധി പ്രമുഖർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അതേസമയം കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ പ്രതിരോധിച്ചുകൊണ്ട് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയത് ക്യാമ്പസിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. ഇന്നലെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ PCയെ കാണാൻ വരികയും ഇന്ന് നടക്കാനിരിക്കുന്ന ടെമ്പററി ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ അവർ തടയുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥികളോട് കൂടിച്ചേർന്നിരിക്കുന്നത്. ഓരോ അധ്യാപകർ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളാണ് മുടങ്ങിപ്പോകുന്നത്, ഞങ്ങളുടെ അക്കാദമിക് ഇയറാണ് ലാഗായി പോകുന്നത്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിച്ചേർന്ന് ഇങ്ങനൊരു കൂട്ടായ്മയായി നിൽക്കുന്നത്. ഇതിൽ ഇവർ ഈ രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ട് 500ഓളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ തീർച്ചയായും പ്രതിഷേധിക്കുകയും ഇതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എന്ത് വന്നാലും ഞങ്ങൾ ഇന്റർവ്യൂ നടത്തുക തന്നെ ചെയ്യും. അധ്യാപകരുടെ ഞങ്ങളുടെ ആവശ്യമാണ്. ഇന്നലെ അതുപോലെ VC നടത്തിയ ന്യൂസിന്റെ പിറ്റ് പോലും ഇന്നലെ അവർ പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസ്കാരുടെ ന്യൂസ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് അവർ ഈ രാഷ്ട്രീയം? വിദ്യാലയങ്ങൾ പഠിക്കാൻ കൃത്യമായി അധ്യാപകരില്ലാത്തത് തങ്ങളുടെ അധ്യാപനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റിൽ നടക്കേണ്ട അരങ്ങേറ്റം പരീക്ഷകളും മുടങ്ങുന്ന സാഹചര്യവുമാണെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ കനത്ത ആവശ്യപ്രകാരമാണ് അഭിമുഖം നടത്തുന്നതെന്നും പഠനകാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അവർ ആവശ്യപ്പെട്ടു. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് എല്ലാ വർഷവും പതിവുള്ള കാര്യമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. അധ്യാപകരില്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ടെന്നും ഓഗസ്റ്റ് 15-ന് നടക്കേണ്ട അരങ്ങേറ്റം മുടങ്ങാതിരിക്കാൻ ഈ താൽക്കാലിക നിയമനം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്യാമ്പസിനുള്ളിൽ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ സമരം തുടരുകയാണ്. നമ്മൾ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കാൻ മതിയായ അധ്യാപകരില്ല എന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളിവിടെ അപേക്ഷ കൊടുത്തതിന് തുടർന്നിട്ടാണ് ഇവിടെ ഇന്ന് നിയമനം നടക്കാൻ പോകുന്നത്. അതേപോലെ ചീഫ് വാർഡൻ കുട്ടികൾക്ക് അത്യാവശ്യമായ കാര്യമായ ചീഫ് വാർഡൻ എടുക്കാനുള്ള ഇന്റർവ്യൂ നടന്നപ്പോഴും ഇതേ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് തടയും. അവരുടെ ഭരണകൂടം വരാതെ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞാണ്. ഇത് വിദ്യാർത്ഥി യൂണിയനുടെ ഭാവിയിൽ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അരങ്ങേറ്റം എന്നുള്ള കാര്യം ഇപ്പോൾ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന അരങ്ങേറ്റം അധ്യാപകരില്ലാത്തതുകൊണ്ട് മതിയായ രീതിയിൽ അധ്യാപകരില്ലാത്തതുകൊണ്ട് അതടക്കം മുടങ്ങും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് ഇത് ദോഷം വരുന്നത്. എന്താ ഇനി ഭാവി പരിപാടി നിങ്ങളുടെ? ഞങ്ങൾ ഇന്റർവ്യൂ നടക്കണം, ഞങ്ങളുടെ ആവശ്യമാണ്, വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് അധ്യാപകർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ ഇന്റർവ്യൂ ഇന്ന് ഇവിടെ നടക്കുക